ചിങ്കാരക്കിണ്ണരം ചിരിച്ചു കുഞ്ചുന്ന മണിക്കുരുന്നിയോ ആലോലം. അമ്മ എന്താ അമ്മ വിശേഷം? ഞാൻ അതേ അടുക്കളയിൽ. രാവിലെ അടുക്കളയിൽ കയറണമല്ലോ. അമ്മ എന്തെടുക്കുക? സുഖാണോ? ഓ ബാലു ജംഗ്ഷനിലേക്ക് പോയി. ഇന്നെന്തോ ജോലിക്ക് നേരത്തെ പോകണമെന്നൊക്കെ പറയണ്ടായിരുന്നു. ആരെയോ വിളിക്കണമെന്ന് പറയണ്ടായിരുന്നു. ഓ തിരക്ക, എപ്പോഴും തിരക്കാ ഇപ്പോൾ. അത് തന്നെ, തിരക്കായിട്ടിരിക്കട്ടെ എപ്പോഴും. അച്ഛനെന്തെടുക്കണം അമ്മ? സുഖമായിട്ടിരിക്കണോ? അമ്മ അമ്മയെ എപ്പോഴും ജോലിയൊക്കെ ചെയ്ത് നടക്കുക, ആരോഗ്യമൊക്കെ നോക്കണം കേട്ടോ. അമ്മ വെറുതെ ഇരിക്കില്ലല്ലോ. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു. പോയെന്നിട്ട് പിള്ളേരൊക്കെ ഉണ്ട്, സുഖമായിട്ടിരിക്കണം. ഓക്കെ അമ്മ, ശരി ശരി. നെയ്യാറ്റിങ്ങരയിലെ അമ്മൂമ്മയാണോ? ഞാൻ വിചാരിച്ചു പടവലത്തെ അമ്മൂമ്മ. പാവമ്മ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിരിക്കും. വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിക്കും. അമ്മ ഒറ്റക്കിടന്ന് എല്ലാ ജോലിയും ചെയ്യും. എത്ര വയ്യെങ്കിലും അടുക്കളയിൽ കയറും, ജോലിയും ചെയ്യും. എന്ത് അല്ല, ഡിസംബർ ഒക്കെ അങ്ങ് തുടങ്ങിയില്ലേ? ഈ മാസം ഇപ്പൊ അങ്ങ് തീരുമല്ലോ. ചെറിയ തണുപ്പൊക്കെ അങ്ങ് കയറി തുടങ്ങി. അതിന് വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ രാവിലെ നീറ്റ് കുളിക്കുകയൊക്കെ ചെയ്തല്ലോ. രാവിലെ ഒരു ഇച്ചിരി തണുപ്പുണ്ടാവും, അത് കഴിയുമ്പോൾ അതങ്ങ് പോകും. രാവിലത്തെ ഇത്തിരി തണുപ്പ് എനിക്ക് വലിയ തണുപ്പാണ്. തണുപ്പെന്ന് എഴുതി കാണിച്ചാൽ മതി, അവർക്ക് തണുക്കാൻ തുടങ്ങും. എനിക്ക് ഓർമ്മയുണ്ടാ സൂര്യൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരാൾ ഉടായ്പ നമ്പർ എടുത്തത്? ഉടായ്പ എടുത്തുന്ന ചേട്ടാ, അതൊക്കെ സത്യം പറഞ്ഞ ഉള്ളതാണ്. ഈ അവരവരുടെ ശാരീരിക അവസ്ഥയെ അവരവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ ലച്ചു ഒന്ന് കിച്ചണിൽ താളം ചവിട്ടി നിൽക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുന്ന ജോലിയൊക്കെ ഞാനങ്ങ് ചെയ്യും. രാവിലെ തന്നെ ആരാണോ പറയണ? കുഴിപ്പളത്തമ്മയായിരിക്കും. അല്ലാതെ ജലദോഷമല്ല. ചേട്ടനൊരു കാര്യം അറിയോ? കുഴിപ്പളത്ത് താമസിക്കുമ്പോ എനിക്ക് ജലദോഷമോ പനിയോ തുമ്മലെന്തെങ്കിലുമൊക്കെ വന്നാണ്ടല്ല, കുഴിപ്പളത്തമ്മയുടെ ഒരു കാപ്പിയുണ്ട്. എന്നാ കാപ്പിയാന്ന് അറിയോ? അത് കുടിച്ച ഉള്ള അസുഖം മൊത്തം പമ്പ നടക്കും. ചുക്കാപ്പിയായിരിക്കും. അല്ല, ചുക്ക് കാപ്പിയൊന്നുമല്ല. അവിടുത്തെ അമ്മ ചുക്ക് ഉപയോഗിക്കത്തേ ഇല്ല. ഇതെന്തോ വെളുത്തുള്ളി, തുളസിയില, കുരുമുളക്, പിന്നെ എന്തൊക്കെ കിടുമിണി സാധനങ്ങളൊക്കെ ഇട്ടൊരു കിടുക്കൻ കാപ്പി. കിടുപിടി സാധനങ്ങളാ അവിടെ കിട്ടും? അങ്ങടി കട കിട്ടുമോ? 1 കിലോ ചോദിച്ചാ? എന്നെ കൊണ്ട് ഇങ്ങനെ കുറ്റം പറയാനല്ലേ കൊള്ളത്തുള്ളൂ, വേറെ ഒന്നിനും കൊള്ളത്തൊന്നുമില്ലല്ലോ. ഉണ്ടായിരിക്കട്ടാ. പടവലത്തമ്മയ്ക്ക് ഹരിപ്പാട കുഞ്ഞമ്മ ഒരു കൂട്ടിങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു. ഈ അയ്യോ പടവലത്തെ അമ്മയുടെ കാര്യം ഒന്നും പറയല്ലേ. അവിടുത്തെ അമ്മയുടെ കുറെ കഷായവും മരുന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളതാ. ഒരു കാര്യമില്ല ചേട്ടാ, നോ എഫക്റ്റ്. അപ്പൊ നീ കുഴപ്പളത്തമ്മയുടെ മരുന്നും കൂട്ടി പിടിപിടിക്കാൻ വേണ്ടി കുഴപ്പളത്ത് പോവാൻ പോണാ? അതിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ ഫോൺ കോൾ മതി, അവിടുത്തെ അമ്മ പറന്നെത്തും. പിന്നെ പറന്നെത്തും, നോക്കിയിരിക്കണം. ബെറ്റ് ഉണ്ടോ? 1000 രൂപയ്ക്ക് ബെറ്റ്. അറ്റ്ലീസ്റ്റ് അവരുടെ ഓട്ടോ കാശ് എങ്കിലും മുതലാവുമല്ലോ. ഓട്ടോ കാശും കളയണ്ട, ബെറ്റും വെക്കണ്ട. അങ്ങ് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതി, അവരിങ്ങോട്ട് വന്നോളൂ. അതാണ്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇനിയിപ്പോ ഞാൻ കുഴിപ്പളത്ത് താമസിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും പനിയോ വന്നു കഴിഞ്ഞാൽ അമ്മ വരുമോ എന്നെ കാണാനായിട്ട്? ഇല്ലല്ലേ. ആദ്യം അമ്മ എന്നെ വയ്യാതായ ആദ്യം ചീത്ത പറയും. അത് കഴിയുമ്പോ അമ്മ എന്നെ ഇവിടുന്ന് അവിടെ വരെ കാണാൻ വരുന്നതിന്റെ ചെലവിന്റെ കാര്യം പറയും. അത് കഴിയുമ്പോഴത്തേക്ക് അമ്മ ആലോചിക്കും ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്. അല്ല അമ്മ? അല്ലടാ യേശു, ഞാൻ പറഞ്ഞതിന്റെ 70% ശരിയല്ലേ? എന്തായാലും ഒന്നും മിണ്ടാത്തെ? അമ്മ ഞാൻ കമ്പാരിസൺ ചെയ്തൊന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പോരാട്ടാ. അവളെ കിടക്കണം, അവളെപ്പോഴും ഇങ്ങനെ അറിയാലോ. പോവാൻ പറ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ. ഈ കിട്ടുന്നവര് മേടിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ സ്നേഹമാണെങ്കിലും പണമാണെങ്കിലും അങ്ങനെ തന്നെ മേടിച്ചുകൊണ്ടേയിരിക്കും. അവസാനം മേടിച്ച് ഊറ്റിയെടുത്തിട്ട് അവസാനം ഒരു വാക്കുണ്ട്, നിങ്ങൾ നമുക്ക് എന്ത് ചെയ്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ, അതിലെല്ലാം തീരും. അപ്പോഴും അവർ മനസ്സിലാക്കൂല, പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ എല്ലാ പാരന്റ്സിന്റെ. അമ്മ വീടും ലച്ചുവിനമ്മയ്ക്ക് അറിയണല്ലേ. ആന്ന്